യേശു തമ്പുരാനെ, ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. ആട്ടിൻകൂട്ടം തെറ്റിപ്പോയവൻ ഞാൻ, ഏകനായി ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. മനോഹരമായ നല്ല പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് മിഷൻ 7 ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ കേൾക്കുവാൻ ഒരു അവസരം കൂടി നൽകിയ നല്ല നാഥന് നന്ദി പറയുകയാണ്. അതോടൊപ്പം പ്രേക്ഷകരായ നിങ്ങൾ ഏവരെയും ഇന്നത്തെ ഈ പ്രഭാത ജാഗരണത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഇപ്രകാരമാണ്: യേശുവിലൂടെ പുതിയ ജീവിത രീതി. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ ചിന്താവിഷയം യേശുവിലൂടെ പുതിയ ജീവിത രീതി. അതിന് വേദഭാഗം നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യമാണ്: ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്തിൽ അത്രേ ജീവിക്കുന്നത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ വീണ്ടും ധ്യാനിക്കുവാൻ നല്ല അവസരങ്ങൾ നൽകുന്ന നല്ല നാഥന് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ചിന്താവിഷയം ഇതാണല്ലോ: യേശുവിലൂടെ ഒരു പുതിയ ജീവിത രീതി. ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ ഒരു പുതിയ സൃഷ്ടി എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. കാരണം ക്രിസ്തുവിൻ്റെ അനുഗാമികളായി നാം എണ്ണപ്പെടേണ്ടതിന് സ്വയം താല്പര്യം അല്ലെങ്കിൽ സ്വാർത്ഥത നമ്മളിന്ന് മരിക്കണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്വാർത്ഥത പൂർണ്ണമായി നഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ക്രിസ്തുവിൻ്റെ അനുയായി തീരുവെന്നൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഇവിടെ തിരുവചനം പറഞ്ഞത് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-3 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്: ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ആ മരണത്തോടുകൂടെ നാം ആരായി മാറി? സ്വതന്ത്രരായി തീർന്നു. നാം ക്രിസ്തുവിൽ സ്വതന്ത്രരായി തീർന്നു. നമ്മുടെ പഴയ സ്വഭാവം എല്ലാം എന്ത് ചെയ്തു? മരണപ്പെട്ടു, കുഴിച്ചിടപ്പെട്ട് കഴിഞ്ഞു. ഇനി ജീവിക്കുന്നത് ക്രിസ്തുവിലാണ്. ക്രിസ്തു നമ്മളിൽ ജീവിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആദർശം, ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ സംസാരം ക്രിസ്തുവിനെ പോലെ ആയി തീരണം. ഇല്ല എങ്കിൽ നാം ന്യായവിധിക്ക് യോഗ്യരായി തീരും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്ന വിഷയം മാത്രമേ ഉള്ളൂ. വീണ്ടും അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 5-ാം വാക്യം വായിക്കുമ്പോൾ: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഈ ഒരൊറ്റ വാക്യം മാത്രം മതി നമ്മുടെ ജീവിത രീതിയിലേക്ക് മാറ്റം വരാൻ, അല്ലേ? നമ്മൾ ചിന്ത ചെയ്ത് നോക്കിയേ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടി. അപ്പോൾ വെറുതെ നമ്മൾ സ്നാനപ്പെടുന്നതല്ല, വെറുതെ നമ്മൾ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്നതല്ല, പിന്നെയോ യേശുവിലൂടെ ഒരു പുതിയ ജീവരീതി നമ്മൾ കൈവരിപ്പാനാണ് ക്രിസ്തുവിനോട് ചേരുവാൻ നാം സ്നാനപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിലേക്ക് സ്ത്രീ പുരുഷന്മാർ മനം തിരിഞ്ഞ് വരുമ്പോൾ ഒരു പുതിയ ധാർമ്മിക അഭിരുചി സൃഷ്ടിക്കപ്പെടുന്നു. ക്രിസ്തുവിനെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ, ക്രിസ്തുവിനെ സ്വന്തം സ്വീകരിക്കുമ്പോൾ ഒരു ധാർമ്മികമായ അഭിരുചി സൃഷ്ടിക്കപ്പെടുന്നു. കാരണം ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നു. മാത്രമല്ല, ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നു. മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് അവരുടെ ജീവിതങ്ങൾ വാഗ്ദത്തങ്ങളുടെ മാറ്റമില്ലാത്ത സ്വർണ്ണ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഒരു സ്വർണ്ണ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടതുപോലെ യേശു ക്രിസ്തുവിൻ്റെ വചനത്താൽ, യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്താൽ നാം എന്തിരിക്കുന്നു? വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ വലയത്തിനകത്ത് നമ്മൾ നിൽക്കുകയാണ്. വലയത്തിനപ്പുറം
നാം പോയി കഴിഞ്ഞാൽ, ആ ചങ്ങല കണ്ണികൾക്ക് അപ്പുറം നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്തുവുമായുള്ള ഒരു അഭേദ ബന്ധം നമ്മൾ നഷ്ടപ്പെടുന്നു. യേശു ക്രിസ്തുള്ള ജീവിത രീതിയിൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. ഉപരി സ്വാർത്ഥത നമ്മൾ വളരുവാനിടയായിത്തീരും. അതുപോലെ തന്നെയാണ് ദൈവത്തിലേക്ക് അവരുടെ ഹൃദയങ്ങൾ അടുപ്പിക്കപ്പെടുന്നു. അപ്പോൾ ക്രിസ്തുവിനെ നാം സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് കഴിയുമ്പോൾ ദൈവത്തിലേക്ക് നമ്മുടെ അല്ലെങ്കിൽ യേശുവിനെ സ്വീകരിക്കുന്ന, യേശുവിൻ്റെ പുതിയ ജീവരീതികൾ ചിന്തിക്കുന്ന, കൈവരിക്കുന്ന മനുഷ്യൻ അവിടെ ഹൃദയങ്ങൾ ദൈവത്തിലേക്ക് അടുപ്പിക്കപ്പെടുന്നു. അവിടെ പ്രാർത്ഥന ഇങ്ങനെയാണ്. 119 സങ്കീർത്തനം 18 വാക്യത്തിൽ, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്നുള്ള ആ പ്രാർത്ഥന ഒരു ദൈവത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. എന്താണ്? ക്രിസ്തുവിനെ സ്നേഹിച്ച് ക്രിസ്തുവിനെ അനുയായിയായി യേശുവിലെ പുതിയ ജീവിതം, പുതിയ വ്യക്തിയായി തീരുമ്പോൾ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങൾ കാണുവാനിടയായിത്തീരും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്ക് ഈ നിമിഷം മുതൽ യേശുവിലൂടെ ഒരു പുതിയ ജീവിതരീതി നമുക്ക് കൈവരിപ്പാൻ ഇടയായി തീരട്ടെ. നമ്മുടെ കണ്ണിലടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, മനോഹരമായ ഈ നല്ല പ്രഭാതത്തിൽ പ്രേക്ഷകരായ ദൈവമക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിലൂടെ ഒരു പുതിയ ജീവിത രീതി കൈവരിപ്പാൻ കർത്താവ് ഇന്ന് പ്രഭാതം ഞങ്ങളെ സഹായിക്കണമേ. ഉപരി ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്നവർ യേശു ക്രിസ്തുവിലൂടെ പുതിയ പാട്ടുകൾ പാടുന്ന വ്യക്തികളായി രൂപാന്തരപ്പെടുവാൻ ഇടയായി തീരണം. ഒരു നല്ല വ്യക്തിയായി മാത്രമല്ല, യേശുവിൻ്റെ തിരുവചനം പറഞ്ഞ പോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ ഞങ്ങളെ അവിടെ നിന്ന് പരിശുദ്ധാത്മാവിൽ വാർത്തെടുക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.